നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തലസ്ഥാന നഗരം സംഘർഷഭരിതമാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് SFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുന്നു. ഇന്നലെ രാത്രി SFI KSU സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ SFI പ്രവർത്തകരെ പോലീസ് തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചുവെന്നും SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിലും പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ സംഘർഷം, ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ പാളയത്ത് SFI KSU പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ SFI നേതാക്കൾക്കെതിരെ, SFI സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിരുന്നു. അതായത് ഈ ലഹള ഉണ്ടാക്കിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. കണ്ടാൽ അറിയാവുന്ന KSUക്കാർക്കെതിരെയും കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞെങ്കിൽ പോലും പക്ഷേ ഇവിടെ SFI ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇതാണ്: SFI പ്രവർത്തകരെ പോലീസ് തെരഞ്ഞുപിടിച്ച് മർദ്ദിച്ചു, പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തു തുടങ്ങിയ വിഷയങ്ങളാണ് SFI ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുന്നത്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഇന്നലെ രാത്രി മുതൽ തലസ്ഥാന നഗരം തെരുവ് യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ പോലീസിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. എന്താണ് SFI പ്രവർത്തകരുടെ ആവശ്യം? എന്താണ് ഇത്? വീണ്ടും ഒരു സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിലെ സെലക്ട് തെരഞ്ഞെടുപ്പും മറ്റും യൂണിയൻ തെരഞ്ഞെടുപ്പും അടക്കമായി ബന്ധപ്പെട്ട സംഘർഷത്തിന്റെ തുടർച്ചകളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് നടക്കുന്നത്. പ്രതിഷേധം വലിയ രീതിയിൽ അക്രമാസക്തമാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. 6 തവണയ്ക്ക് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷം, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷം അർദ്ധരാത്രി വരെ തുടർന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പ്രവർത്തകരെ നിയന്ത്രണാധീനമാക്കാനും പിന്നീട് അവിടെ നീക്കം ചെയ്യാൻ കഴിഞ്ഞത്. SFIയുടെയും KSUയുടെയും പ്രവർത്തകർ തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാവുകയും അതിൽ പോലീസ് ഏകപക്ഷീയമായി നടപടിയെടുത്തു എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 50ഓളം SFI പ്രവർത്തകർക്കെതിരെയാണ് പ്രധാനമായും പോലീസ് കേസെടുത്തത്. പക്ഷേ KSU പ്രവർത്തകർക്കെതിരെയും പ്രവർത്തകർക്കെതിരെ കാര്യമായിട്ടുള്ള നടപടിയെടുക്കുകയോ കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, പോലീസ് KSU പ്രവർത്തകർക്ക് അനുകൂലമായ രീതിയിലുള്ള നിലപാടെടുത്തു. ആ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ളൊരു കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ജലപീരങ്കിയെ പ്രവർത്തകർ വളയുകയാണ്. 6 തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകരുടെ എണ്ണം കുറവാണെങ്കിലും അവർ വലിയ രീതിയിലുള്ള ഒരു മാർച്ചാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ള പല പ്രവർത്തകരും, ശിവപ്രസാദ് അടക്കം, അവർക്കടക്കം കഴിഞ്ഞ സംസ്ഥാന നേതാക്കന്മാർക്കടക്കം കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റിയിരുന്നു. 2 കൈകൾ പൊട്ടലുള്ള പ്രവർത്തകരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ പരിക്ക് പറ്റിയവരടക്കം ഇന്ന് ഇവിടെ എത്തി ഈ ഒരു പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ മാർച്ചിൽ പങ്കെടുക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. KSU പ്രവർത്തകർക്കെതിരെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള അവരെ പിന്തുണക്കുന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിക്കുന്നു. അത് ഭരണപക്ഷത്ത് നിൽക്കുന്ന UDFനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ് SFI പ്രധാനമായും ആരോപിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച SFIയുടെ ആഹ്ലാദ പ്രകടനത്തിനിടയ്ക്ക് യാതൊരു പ്രകോപനവുമില്ലാതെ കല്ലേറും പല കാര്യങ്ങളും എടുത്ത് എറിയുകയായിരുന്നു എന്നാണ് SFI ആരോപിക്കുന്നത്. പിന്നീട് തെരുവ് യുദ്ധത്തിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷെ പോലീസ് അവിടെ എത്തുകയും വലിയ രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുകയും പക്ഷെ ആ ഒരു തെരുവ് യുദ്ധത്തെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള ഒരു കാര്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നില്ല. അതിന് പകരം SFI പ്രവർത്തകരെ ആക്രമിക്കാൻ അവസരമൊരുക്കി കൊടുക്കുകയും KSU പ്രവർത്തകരെ അവിടെ നീക്കം ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുകയായിരുന്നു. അതാണ് വലിയ പ്രകോപനത്തിലേക്കും പിന്നീട് അർദ്ധരാത്രി വരെ നീണ്ടു നിന്ന സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അതിന്റെ തുടർച്ചയായി, അതായത് അതിനുശേഷം പ്രവർത്തകരൊക്കെ കേസെടുക്കുകയും പിന്നീട് പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് ഈ പോലീസിന്റെ ഒരു ഏകപക്ഷീയമായ നടപടി KSUക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നില്ല എന്ന പലവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിനെതിരെയും സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 6 തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പ്രവർത്തകർ ഇവിടെ നിന്നും തിരിഞ്ഞു പോകുന്ന ഒരു ലക്ഷ്യമില്ല. എന്തുതന്നെയായാലും ഈ ഒരു കാര്യത്തിൽ ഏകപക്ഷീയമായ നിലപാട് പോലീസ് തിരുത്തണമെന്നാണ് SFI പ്രവർത്തകരുടെ പ്രധാന ആവശ്യം. VV അരുൺ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ രാത്രി, അതായത് കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് KSU SFI സംഘർഷം തുടങ്ങുന്നത്. അത് നിയന്ത്രിക്കാനെത്തിയ പോലീസ് SFI പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചു മർദ്ദിച്ചുവെന്നാണ് CPM നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണം. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? എന്താണ് SFIയുടെ ഒരു തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? എന്തായാലും കഴിഞ്ഞ
കുറേ നാളുകളായി ഈ രീതിയിലുള്ളൊരു സമര പ്രതിഷേധങ്ങൾ നമ്മൾ കാണാത്തതാണ്. പക്ഷെ എന്തായാലും ഇനിയൊരു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ പഴയ ആ ഒരു സമര രംഗത്തേക്ക് കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും. എന്താണിപ്പോൾ തലസ്ഥാന നഗരത്തിൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഇതിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. നേരത്തെ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ മറ്റൊരു പ്രവർത്തകന്റെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമത്തിനിടെയാകണം ഇത്തരത്തിൽ പരിക്കേറ്റെന്ന് പ്രതീക്ഷിക്കുന്നു. കയ്യിൽ നിന്ന് വലിയ രീതിയിൽ ചോര വരുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം തന്നെ എസ്എഫ്ഐയുടെ ഭാഗത്ത് ഇതിനെ ആക്രമണത്തിൽ പരിക്കേറ്റ പ്രവർത്തകർ മനീഷ്, പേര് മനീഷ് അതെ. മനീഷ്, നിങ്ങൾക്ക് എന്താ ഇതിനെ പറ്റിയത്? എങ്ങനെയായിരുന്നു? സംസ്ഥാന പ്രസിഡന്റ് അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനകത്ത് പോലീസ് ദൂരമായിട്ടാണ് ലാത്തി ചാർജ് നടത്തിയത്. ഒരു അവസാനിപ്പിക്കാൻ വേണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് പ്രവർത്തകരെ ലീഡർഷിപ്പിൽ നമ്മൾ പറഞ്ഞിടാമെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാൻ തയ്യാറാകാതെ നമ്മൾ ഉൾപ്പെടെ അടിച്ച് ദൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ്. ജില്ലാ സെക്രട്ടറി രണ്ട് കൈക്ക് വിരലിൽ നല്ല അടിച്ച് ഇവിടെ ഇരിക്കുന്നത്. പ്രവർത്തകനും കൂടി പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. കൈ നല്ല മുറിവുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും സംഘടിച്ച പോലീസിനെതിരെ തനതായിട്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നത്തെ എസ്എഫ്ഐയുടെ മാർച്ച്. എസ്എഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇപ്പോൾ ഈ പ്രവർത്തകർ ഇപ്പോഴും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ല. നേരത്തെ ജലപീരങ്കി പ്രയോഗത്തിൽ തലയ്ക്ക് പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് ജനആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും അതിശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും ഒരു ഭാഗത്ത് കുത്തിയിരുന്ന മുദ്രാവാക്യം പോലീസ് ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമവുമൊക്കെ നടക്കുന്നു. ഓടി വരുന്നു. ഹലോ 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 ഉണ്ടല്ലോ, ഓടിയുണ്ട്. ഹലോ 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 അരുൺ തുടരാം. ഏതായാലും ഈ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആംബുലൻസിന് വേണ്ടിയോ മറ്റോ പ്രവർത്തകർ വെയിറ്റ് ചെയ്യുകയാണ്. മറുഭാഗത്ത് ഇപ്പോഴും നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു ഭാഗത്ത് പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുകയാണ്. ആ പ്രവർത്തകർ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, സർക്കാർ വന്ന ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ സമരഭരിതമാവുകയാണ്. ഇന്നലെ രാത്രി ആഹ്ലാദ പ്രകടനത്തിൽ എസ്എഫ്ഐയുടെ സർവകലാശാല യൂണിയൻ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിലെയാണ് വലിയ സംഘർഷമുണ്ടായത്. KSU പ്രവർത്തകർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് SFI പറയുന്നു. പക്ഷേ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ഇപ്പോൾ ആ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. പോലീസിന്റെ എഫ്ഐആർ SFI പ്രവർത്തകർ മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി അതിന്റെ ഭാഗമായി സംഘർഷമുണ്ടായി എന്നുള്ളതാണ് ഇന്നലെ പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാകുന്നത്. ഏതായാലും എന്ത് തന്നെയായാലും തിരുവനന്തപുരത്തിന്റെ നഗര വീതികളിൽ വീണ്ടും SFIയുടെ അതിശക്തമായ പ്രതിഷേധത്തിന് സമരവീതികൾ മാറുന്നു എന്നുള്ളതാണ്. സർക്കാർ സാധാരണഗതിയിലൊരു മധുവിധു പീരീഡ് ഉണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടാകാതെ തന്നെ ഇപ്പോൾ ശക്തമായ സമരരംഗത്തേക്ക് വിദ്യാർത്ഥി സംഘടനകളടക്കം ഇറങ്ങുകയാണ്. എറണാകുളത്ത് CPIയുടെ പ്രതിഷേധം കാണുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ SFIയും സമരരംഗത്ത് ഇറങ്ങുകയാണ്. പോലീസിന്റെ നരനായാട്ട് എന്നാണ് പ്രവർത്തകരുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇന്നലെ പോലീസും അതുപോലെ KSU പ്രവർത്തകരും ചേർന്ന് തങ്ങളെ മർദ്ദിച്ചു. KSUവിന്റെ ആക്രമണത്തിനെ പോലീസ് കൂട്ടുനിന്നു എന്ന വിമർശനമാണ് SFIക്കുള്ളത്. ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ പോലീസ് നിലപാടെടുത്താൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഭരണമാകും പോലീസ് വകുപ്പിനെന്ന ആരോപണവും SFI ഉന്നയിക്കുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റും അടക്കമുള്ള നേതാക്കൾ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. പരിക്കേറ്റ ഇന്നലത്തെ ആക്രമണത്തിൽ ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരുമൊക്കെ ഇതിനൊപ്പം ഉണ്ട്. ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ കുറച്ച് ശാന്തമാണ്. കാര്യമായ സംഘർഷമില്ല. പക്ഷേ ഈ സെക്രട്ടറിയുടെ മുന്നിൽ സമര ഗേറ്റിന് മുന്നിൽ നമ്മൾ നേരത്തെയൊക്കെ വാർത്തകൾ കണ്ട സമര ഗേറ്റ് തുറന്നു എന്ന വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ സമര ഗേറ്റ് പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഇത്തരം സമരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഗേറ്റ് തുറന്നിടാൻ കഴിയില്ല. ഏതായാലും അടഞ്ഞ സമര ഗേറ്റിന് മുന്നിൽ പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. SFIയുടെ ജില്ലാ നേതാക്കൾ ഇപ്പോൾ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന മുന്നറിയിപ്പാണ് പ്രവർത്തകർ ഇപ്പോൾ നൽകുന്നത്. എന്തായാലും SFI സമരം കൂടുതൽ ശക്തമാക്കുന്നു. കഴിഞ്ഞ 10 വർഷം സർക്കാരിനെതിരെ സമരം ചെയ്യാനുള്ള അവസരമില്ലായിരുന്നു. ആകെ ഗവർണർക്കെതിരെ മാത്രമുള്ള
ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലായിരുന്നു SFI നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ തലസ്ഥാന നഗരം അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു സമര രംഗം വീണ്ടും തലസ്ഥാന നഗരത്തിൽ സജീവമാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും SFI പഴയ ആ ഒരു പ്രതാപത്തിലേക്ക് ഒരുപക്ഷെ SFIക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഇന്നലത്തെ ആ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയല്ലേ ഇങ്ങനെയൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്? ഇത് എന്തായിരുന്നു അതിന്റെ പ്രകോപന കാരണം എന്തായിരുന്നു അരുൺ? താഴെ ഇറക്കുക എന്നുള്ളതിന്റെ ആവശ്യം ഇന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ ചെന്നിത്തലക്കാണ്. അതുകൊണ്ട് VD സതീശന്റെ സമരഗേറ്റ് രമേശ് ചെന്നിത്തല പൂട്ടിച്ചു എന്നങ്ങ് എഴുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടുത്തെ ആസ്ഥാനത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉജ്ജ്വലമായ വിജയം ഞങ്ങൾ നേടിയെടുത്തു. ആ നേടിയെടുത്ത വിജയം ഈ സമൂഹവുമായി പങ്കുവെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പ്രകടനം നടത്തി. ആ പ്രകടനത്തിലേക്ക് പാളയം ജുമാ മസ്ജിദിന്റെ മുന്നിൽ നിന്ന് പോലീസിന്റെ ഒത്താശയോടുകൂടി ഇവിടെ പുറകിലിരിക്കുന്ന DYSP ഏമാനോടും ഇവിടത്തെ ഡെപ്യൂട്ടി കമ്മീഷണറും ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നിൽ നിൽക്കെ കല്ലേറുകളുടെ ഒരു സരമാരി തന്നെ ഞങ്ങളുടെ ദേഹത്തേക്ക് പെയ്തിറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചു. ആ പ്രതിരോധിച്ച ഞങ്ങളുടെ പ്രവർത്തകർക്ക് കിട്ടിയ സമ്മാനമാണ് ഇതാ എന്റെ പുറകിലിരിക്കുന്ന SFIയുടെ കേരള സംസ്ഥാന പ്രസിഡന്റിന്റെയും ബാലസംഘം സംസ്ഥാന സെക്രട്ടറിയുടെയും കൈതല്ലിയൊടിക്കുന്ന ഏറ്റവും വലിയ കിരാത കോൺഗ്രസ് ഗുണ്ടാ സംഘമായി ഇവർ മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ആർക്കു വേണ്ടിയാണ്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ ആരെയാണ് മർദ്ദിച്ചത്? ഞങ്ങൾ ഏത് പൊതുമുതലാണ് നശിപ്പിച്ചത്? ഉത്തരം പറയാൻ ഈ കേരളത്തിലെ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തോ? എന്തിനായിരുന്നു ഞങ്ങൾക്കെതിരെ നരനായാട്ട്? ഞങ്ങളിൽപ്പെട്ട 15 പേരെ നിങ്ങൾ തല്ലിയോടിച്ചോ? കൈയടിച്ചോടിച്ചു? കാലടിച്ചോടിച്ചോ? ഞങ്ങളുടെ മുതുകത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ പ്രഹരശേഷിയോടുകൂടി നിങ്ങൾ ഞങ്ങളുടെ മുഖത്തും പുറത്തും ഒക്കെയും അടിച്ചു പൊളിച്ചോ? അവിടെയും അവസാനിച്ചില്ല നിങ്ങളുടെ ദേഷ്യം. കോൺഗ്രസിന്റെ ഒത്താശയുടെ തുടർച്ചയിൽ നിങ്ങൾ 5 റൗണ്ട് ഗ്രനേഡാണ് ഞങ്ങൾക്കെതിരെ പ്രയോഗിച്ചത്. പെൺകുട്ടികൾ, എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടായ ഘട്ടത്തിലേക്ക് 5 ഗ്രനേഡ്. 2016 തൊട്ട് 26 വരെ എത്ര ഗ്രനേഡ് പൊട്ടിച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസ് വിദ്യാർത്ഥി സമരത്തിനെതിരെ? ഉത്തരവുണ്ടാ? ഞങ്ങൾക്കെതിരെ എന്തിനാണ് നിങ്ങൾ ഉപയോഗിച്ചത്? ഞങ്ങളെ എന്തിനാണ് ഇവിടെ ജലപീരങ്കിയുടെ ഹിറ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കണം. 25 മീറ്ററിന്റെ ഇപ്പുറത്ത് വെച്ച് മുഴുവൻ ഫുൾ ഫ്ലഡ്ജും ഫോസിൽ വിദ്യാർത്ഥികളുടെ നടുകത്തേക്കും പുറത്തേക്കും മുഖത്തേക്കും എന്തായാലും ഇന്നലത്തെ SFI KSU സംഘർഷത്തിന് പിന്നാലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് തിരുവനന്തപുരത്ത് SFI സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. ഇവിടെ പോലീസ് തെരഞ്ഞുപിടിച്ച് ചില SFI പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാണ് പ്രധാനമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ സമാനമായ രീതിയിൽ LDF സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ 2 KSU പ്രവർത്തകരെ തല്ലിച്ചതച്ചൊരു സംഭവം ഓർക്കുന്നുണ്ടാകും. അതായത് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്കിടെ പ്രതിഷേധിച്ചതിൻ്റെ പേരിലാണ്, കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിലാണ് 2 ചെറുപ്പക്കാരെ ക്രൂരമാരുടെ തല തല്ലി പൊട്ടിച്ചത്. ആ സംഭവം പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ UDF സർക്കാർ അധികാരത്തിൽ വരുന്നു, അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ 5 പോലീസുകാർക്ക് സസ്പെൻഷൻ ഉണ്ട് എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഗൺമാന്മാർക്കെതിരെ ഉൾപ്പെടെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, മുഖ്യമന്ത്രി VD സതീശൻ്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു, ഞങ്ങളിതൊന്നും മറക്കില്ല എന്ന കൃത്യമായ സന്ദേശം നൽകിയിരുന്നു. തൊട്ടു പിന്നാലെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ പോലീസുകാർക്കെതിരെ നടപടി. ആർക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സെക്യൂരിറ്റി വിങ്ങിൽ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, അതായത്
അനിൽ കൊല്ലിയൂർ, അതോടൊപ്പം സന്ദീപ്, ഈ 2 പേരാണ് അന്ന് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ലാത്തിചാർജ് നടത്തിയത്. അവരടക്കം 5 പേരെയാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്നലെ വൈകിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ശുപാർശ പോലീസ് മേധാവിക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചത്. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് മേധാവി അതിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചോദ്യങ്ങളോട് വ്യക്തമാക്കിയത് റിപ്പോർട്ട് ലഭിച്ചു എന്ന കാര്യം പോലീസ് മേധാവി തന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അതിൽ തുടർ നടപടി റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം പോലീസ് മേധാവി തന്നെയായിരിക്കും കൈക്കൊള്ളുകയുണ്ടായത്. പക്ഷേ ഇത് ഓർഡറായി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് വൈകാതെ തന്നെ ഓർഡറായി തന്നെ ഇറങ്ങും. അതിനുശേഷമായിരിക്കും അന്വേഷണ വിധേയമായിട്ടാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നത്. തുടർ നടപടികൾ എങ്ങനെയാവണം, വകുപ്പ് തല അച്ചടക്ക നടപടികൾ എങ്ങനെയാവണം എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തുകയുള്ളൂ. തീർച്ചയായും ആ കേസ് എങ്ങനെയാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിവരങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നതാണ്. MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അത്തരമൊരു അട്ടിമറി ശ്രമം ഉണ്ടായെന്ന്. സ്വാഭാവികമായി ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റ് നടപടികൾ, അതായത് ഈ സസ്പെൻഷൻ അടക്കം നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നത്, അതോടൊപ്പം മറ്റ് നിയമ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും താൻ? നിലവിൽ ഈ ആദ്യഘട്ടത്തിൽ, അതായത് MR അജിത് കുമാറിന്റെ ഇടപെടലിനെ തുടർന്ന് ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനോ മൊഴി രേഖപ്പെടുത്താനോ ഒന്നും അന്ന് കഴിഞ്ഞിരുന്നില്ല. ആ കാര്യം 5 ഉദ്യോഗസ്ഥരും SITക്ക് മൊഴിയായി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തുടർ നടപടികളുടെ ഭാഗമായി ഇവരുടെ മൊഴി, ഇവരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നടപടികൾ മാറും. ഒറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യൽ നടത്തും. എന്താണ്, ഏതെങ്കിലും പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ക്രൂരമായ ഒരു ലാത്തിചാർജ് ആലപ്പുഴയിൽ വെച്ച് AD തോമസിനും അജയ് ജുവലിനും നേരെ നടന്നത്? അതോ പെട്ടെന്ന് വാഹനം നിർത്തി ഇറങ്ങി അവരെ ലാത്തിചാർജ് ചെയ്യാനുണ്ടായ പ്രകോപനം എന്താണ്? കാരണം അവർ ഓൾറെഡി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പൈലറ്റ് വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈ ഗൺമാൻമാർ വാഹനം നിർത്തി പുറത്തേക്ക് വലിയ ലാത്തിയുമായി ഇറങ്ങി അവരെ അടിച്ച ശേഷം തിരികെ വാഹനത്തിൽ കയറിപ്പോകുന്നത്. അത് അങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താ എന്ന കാര്യത്തിൽ വ്യക്തത തേടാനായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടക്കുക. അതിനുശേഷമായിരിക്കും അവരുടെ ഒരു വിശദീകരണം കൂടി കേട്ടതിനു ശേഷമേ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അവർ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യ തങ്ങൾക്ക് അപമാനം വരുത്തുന്ന നടപടിയായി അത് മാറും. ഔദ്യോഗിക ജോലിയിൽ അപമാനം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. തങ്ങളുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ഈ പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ പ്രോസിക്യൂഷൻ കോടതിയുടെ രൂക്ഷമായ വിമർശനമുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ, പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് വിമർശനം. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ചോദിച്ചു. നിലവിലുള്ള റിപ്പോർട്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുടേതാണെന്നും ജഡ്ജി ഹണി എം വർഗീസ് നിരീക്ഷിച്ചു. ഇതിനിടെ രാഷ്ട്രീയ പ്രേരിതമാണ് കേസെന്നും അറസ്റ്റിലായാൽ മർദ്ദനമേൽക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതികൾ വാദിച്ചു. കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, കോടതി പ്രോസിക്യൂഷനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന, കോടതിയിൽ സംഭവിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് തന്നെ ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീർപ്പ് കൽപ്പിക്കുമോ? എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ, പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിനിടെയാണ് 5 പോലീസുകാരെ, ഗൺമാന്മാരുൾപ്പെടെ 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന വിഷയത്തിലാണ്. അതായത് UDF സർക്കാർ വന്നപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ശരണ്യ, എന്താണ് നടപടി?
ടോമെ, 2023 ഡിസംബർ 15 മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാഹനം കടന്നു പോകുന്നതിനിടയിൽ സമാധാനപരമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന അജയ് ജുവൽ കുര്യാക്കോസ്, ഒപ്പം തന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന AD തോമസ് എന്നിവരെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് തല നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിൽ അന്ന് പ്രധാനമായി പ്രതിചേർക്കപ്പെട്ടത് അനിൽ കല്ലിയൂറും സന്ദീപുമായിരുന്നു. അനിൽ കല്ലിയൂർ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഒപ്പം തന്നെ ഈ സന്ദീപ് സുരക്ഷാ ഉദ്യോഗസ്ഥനുമായിരുന്നു. ഇവരെ കൂടാതെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് 3 പേർ കൂടി ഇതിനകത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൈജു, വിപിൻ, അരുൺ എന്നീ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി, അതായത് അനിൽ കല്ലിയൂർ, സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നീ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവർക്ക് ഈ ഗൺമാന്മാരിൽ ഈ 5 പേർക്കാണ് SIT റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ കേസ്, ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ഈ ക്രൂരമായ മർദ്ദനം, അതായത് തലക്കുൾപ്പെടെയുള്ള മർദ്ദനത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ SITയുടെ റിപ്പോർട്ട് കോടതിയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നേരത്തെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ഇവർക്കെതിരെ ചുമത്താൻ കഴിയുകയുണ്ടായിരുന്നത്. എന്നാൽ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നീങ്ങേണ്ട സാഹചര്യവും ഇല്ലായിരുന്നു. എന്നാൽ ഇവർ ഈ നിലവിൽ SIT നൽകിയിട്ടുള്ളത് 307 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നുള്ള ധാരണ പുറത്താണ് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ ഈ ഗൺമാന്മാർ സമീപിച്ചെന്നുള്ളത്. അതായത് അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം മൂലം ഇവർ സമീപിച്ചത്. എന്നാൽ കോടതി ഇത് പരിഗണിച്ച SIT ഈ റിപ്പോർട്ടുകൾ പരിഗണിച്ചപ്പോൾ നേരത്തെ നൽകിയതിനപ്പുറത്തേക്ക് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ചുമത്തിപ്പെട്ട ഒരു റിപ്പോർട്ടും കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ഡിസ്മിസ് ചെയ്യാനാണ് സാധ്യത, ഈ ജാമ്യാപേക്ഷ ഡിസ്മിസ് ചെയ്യാനാണ് സാധ്യത എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും കോടതി കയറിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഭാഗം വാദിച്ചത് അവരുടെ സുരക്ഷയുടെ ഭാഗമായി, മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംഭവത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ്. മറിച്ച് മുഖ്യമന്ത്രിയുടെ ജീവന് വരെ ഭീഷണിയാകുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ വാദിച്ചത് സമാധാനപരമായി ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന പ്രവർത്തകരെയാണ് അകാരണമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. നിലവിലത്തെ സാഹചര്യത്തിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഇവർ കാണിച്ചു എന്നുള്ള രീതിയിൽ ഉണ്ടായി. പക്ഷേ കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി, അവർ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഈ SIT റിപ്പോർട്ട് ലഭ്യമാകാത്തതും നിലവിലത്തെ അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമാകാത്തതും ഒപ്പം തന്നെ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നത്തെ ദിവസം കോടതിയിൽ ഹാജരാകാത്തതിനെ സംബന്ധിച്ചും വിമർശനം ഉയർത്തി. ഈ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകാത്തത് എന്തെന്ന ചോദ്യത്തിന് തിരുവനന്തപുരത്ത് DIGയുമായുള്ള മീറ്റിംഗിനായി പോയി എന്നുള്ള മറുപടിയാണ് നൽകിയിരുന്നത്. എന്നാൽ ഈ കേസ് നേരത്തെ തന്നെ ഇന്നത്തേക്ക് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് മാറി നിന്നു എന്നുള്ള ചോദ്യം വന്നു. അത്തരം വിമർശനങ്ങൾക്കൊക്കെ ഒടുവിൽ റിപ്പോർട്ട് എവിടെ എന്നുള്ള ചോദ്യം ഉന്നയിച്ചു. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് വ്യക്തമാക്കിയത്. തുടർന്ന് റിപ്പോർട്ട് ഉച്ചയ്ക്ക് ശേഷം ഹാജരാക്കണം എന്നുള്ള രീതിയിൽ കോടതി ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ വാദം അവിടെ നിർത്തുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ അടിയന്തരമായി വീണ്ടും കോടതി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരികയുള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വന്നിട്ടുണ്ട് എന്നുള്ള നിയമപരമായ വകുപ്പ് തല നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നത്. ഇതിൽ അനിൽ കല്ലിയൂർ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു ഇവർ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരിലേക്ക് പരിഗണനയിൽ ഉള്ള ആളായിരുന്നു. അതിനോടൊപ്പം തന്നെ സന്ദീപ് Z+ കാറ്റഗറി സുരക്ഷ പിണറായി വിജയന് മാറ്റിയതോടുകൂടി സന്ദീപ് ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വന്നിരുന്നു. ഇവർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ച് അവരുടെ അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ ജോയിൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരെ അകാരണമായി മർദ്ദിച്ച
മർദ്ദിച്ച സംഭവത്തിനകത്ത് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് വന്നിരിക്കുന്നത്. ഈ കേസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം സമൂഹം മുഴുവൻ കണ്ട ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച രണ്ട് ചെറുപ്പക്കാർ അവർ റോഡരികിൽ നിന്ന് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും റോഡരികിൽ നിന്നാണ് അവർ മുദ്രാവാക്യം വിളിച്ചത്. വാഹനത്തിന്റെ പരിസരത്ത് പോലും അവർ എത്തിയിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന ലോക്കൽ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല ഉണ്ടായിരുന്ന അരൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ ഈ ചെറുപ്പക്കാരെ പിടിച്ചു മാറ്റുന്നു. അവർ വളരെ അതിന് ഒരു പ്രതിരോധവും സൃഷ്ടിക്കാതെ തന്നെ അവർ നടന്നു നീങ്ങുന്നതിനിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ സഞ്ചരിച്ച വാഹനം അവിടെ കൊണ്ട് നിർത്തുകയും ഈ വാഹനത്തിൽ നിന്നും ഈ ഉദ്യോഗസ്ഥർ, അതായത് അനിൽ കല്ലിയൂറും സന്ദീപും മറ്റ് നേരത്തെ സൂചിപ്പിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വന്ന് ഈ ചെറുപ്പക്കാരെ മർദ്ദിക്കുന്നത്. അതും വീണ് കിടന്ന ചെറുപ്പക്കാരെയാണ് അനിൽ, സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. അവിടെ ആദ്യത്തെ അടിയിൽ ലോക്കൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇത് തടഞ്ഞ ഘട്ടത്തിൽ അയാളുടെ കൈവിരലിന് പൊട്ടലുണ്ടായിട്ടുണ്ടായിരുന്നു. ഇവരുടെ അടിയേറ്റ് രണ്ട് കൈയും പിടിച്ചാണ് ഇവർ ലാത്തി വെച്ച് ആഞ്ഞടിക്കുന്നത്. ഇവരുടെ അടിയേറ്റ അന്ന് AD തോമസിന്റെ തല പൊട്ടി ചോര ഒലിച്ചിരുന്നു. എന്നിട്ടും ഇവർ അടി നിർത്തിയില്ല എന്നുള്ളതാണ്. അജയുടെ ഷോൾഡറിന് ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇവര് ഈ ചെറുപ്പക്കാർ വീണ് കിടന്ന ചെറുപ്പക്കാർ അടിക്കരുതെന്ന് പറഞ്ഞ് കൈ ഉയർത്തി അപേക്ഷിച്ചിട്ടും ഇവരെ വീണ്ടും അടിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഈ ചെറുപ്പക്കാരെ അടിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു അന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. കാരണം ലോക്കൽ പോലീസിന്റെ നിയമപരമായ കസ്റ്റഡിയിലുള്ള ചെറുപ്പക്കാരെയാണ് അകാരണമായി ഗൺമാൻമാർ മർദ്ദിച്ചത്. അതിനോടൊപ്പം തന്നെ ഇവര് ഈ വാഹനത്തിൽ കടന്നു പോകുന്ന ഘട്ടത്തിൽ ഇവർക്ക് ഒരിക്കലും ലാത്തി പോലെയുള്ള ആയുധങ്ങൾ അതിനകത്ത് കരുതേണ്ടതില്ല. മറിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം കടന്നു പോകുമ്പോൾ ആ വാഹനത്തോടൊപ്പം ഒരു നിമിഷം പോലും പാഴാക്കാതെ കടന്നു പോകേണ്ട വാഹനമായിരുന്നു ഇവരുടെ ഈ അൽക്കലിയൂറൊക്കെ സഞ്ചരിച്ചിരുന്ന സുരക്ഷാ വാഹനം. എന്നാൽ ആ വാഹനം നിർത്തുകയും മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി ചെയ്തു. അപ്പോൾ അവരുടെ ഡ്യൂട്ടിയിൽ തന്നെ അവർക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ട്. ചട്ടലംഘനമായാണ് ഈ ചെറുപ്പക്കാർ ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ചെറുപ്പക്കാരെ മർദ്ദിച്ചത്. എന്നിട്ടും സൗത്ത് പോലീസ് ഈ സംവിധാനത്തിൽ കേസെടുക്കാൻ കഴിഞ്ഞില്ല. അവരെ കുറ്റം പറയാൻ കഴിയില്ല. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം അതുപോലെയായിരുന്നു സൗത്ത് പോലീസിന് മേൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായ ചൈത്ര തെരേസ ജോൺ ഇതിനകത്ത് ഗൺമാൻമാർക്ക് ചട്ടലംഘനം വന്നിട്ടുണ്ടെന്നും ഇത് ഒരു ശരിയായ നടപടി ആയിരുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകി. എന്നാൽ ആ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പൂഴ്ത്തപ്പെടുകയും ചൈത്ര തെരേസ ജോൺ ആലപ്പുഴയിൽ നിന്ന് തന്നെ സ്ഥലം മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ജില്ലാ പോലീസ് മേധാവി നൽകിയിട്ടും അത് അട്ടിമറിക്കുന്നു. വീഴ്ച വരുത്തിയ ഗൺമാൻമാർക്കെതിരെ, അതായത് രണ്ട് KSU പ്രവർത്തകരെ, KSU നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം അന്ന് പുറത്തു വന്നതാണ്. എന്നിട്ട് പോലും അവരെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ VD സതീശൻ അധികാരമേറ്റപ്പോൾ ആദ്യം പറഞ്ഞത് ഞങ്ങളൊന്നും മറക്കില്ല. അതിനുള്ള കൃത്യമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഴ്ച വരുത്തിയ, അതോടൊപ്പം KSU നേതാക്കളെ മർദ്ദിച്ച 5 പോലീസുകാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അവരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴയിൽ നവജാത ശിശുവിനെ അമ്മ ജനലിലൂടെ വലിച്ചെറിഞ്ഞൊരു സംഭവത്തിലേക്കാണ്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 19 വയസ്സുകാരിയായ അവിവാഹിതയാണ് ആശുപത്രി ശുചിമുറിയിൽ പ്രസവിച്ചത്. നവജാത ശിശുവിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ന്യൂബോൺ ICUവിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി വയറുവേദന എന്ന് പറഞ്ഞാണ് 19കാരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. നിരീക്ഷണത്തിലിരിക്കെ ശുചിമുറിയിൽ പ്രസവിച്ചു. തുടർന്ന് ജനലിലൂടെ കുഞ്ഞിനെ പുറത്തിടുകയായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആശുപത്രി ജീവനക്കാരെത്തി കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെന്നാണ് വിവരം. ഒരു പീരിയഡ്സിന്റെ പെയിൻ എന്നുള്ള രീതിയിൽ ബാക്ക് പെയിൻ ആയിട്ടായിരുന്നു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നത്. 9 മണിയൊക്കെ ആയ സമയത്തായിരുന്നു വന്നിരുന്നത്. അപ്പം വന്നിരുന്ന സമയത്ത് തന്നെ ആൾക്ക് നല്ല വേദനയുണ്ട്, നടുവേദനയുണ്ട്, പെയിൻ കില്ലേഴ്സ് തരണമെന്ന് പറഞ്ഞ് തന്നെ വന്നത്. നമ്മൾ പെയിൻ കില്ലേഴ്സ് കൊടുത്തിട്ട് പേഷ്യന്റ് ഒബ്സർവേഷൻ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് വയറ് കണ്ടപ്പോൾ ചെറിയൊരു സംശയം പോലെ ഉണ്ടായിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് ഞാനും ഇവിടെ ഡോക്ടറും സിസ്റ്റർമാരും ഒക്കെ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും പീരിയഡ്സ് മിസ്സായിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അപ്പം ആള് കറക്റ്റ് റെഗുലറായിട്ട് പീരിയഡ്സ് വരുന്നത്, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വയറ്റിൽ ചെറിയത് കൊഴുപ്പടിഞ്ഞ പോലെ സംശയമുണ്ട്, ഇടയ്ക്ക് സ്കാൻ ചെയ്തപ്പം അങ്ങനെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് സംശയം കാരണം ആളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 12 മണിയോടൊക്കെ അടുപ്പിച്ച് ഈ പേഷ്യന്റ് നമ്മൾ ഒബ്സർവേഷൻ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാ
ഇവിടുത്തെ അസിസ്റ്റന്റ് ചേട്ടനും പിന്നെ ഡോക്ടറും എല്ലാം കൂടെ പോയി ബാക്കിൽ പോയി നോക്കുന്ന സമയത്ത് ഒരു പെൺകുഞ്ഞിനെ കിട്ടിയത്. അപ്പം തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ട് 2 പേരെ നമ്മുടെ വണ്ടാനത്തേക്ക് റെഫർ ചെയ്തു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് ഇത്. ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതിനു മുൻപും ആലപ്പുഴയിൽ നിന്ന് തന്നെ സമാനമായ പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മമാരുടെ ക്രൂരതകളൊക്കെ. പക്ഷെ ഇത് പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ എടുത്തെറിഞ്ഞു, പക്ഷേ ആ കുഞ്ഞ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? ടോമ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഹരിപ്പാട് സ്വദേശിനിയായ 19 വയസ്സുകാരിയാണ് ഇത്തരത്തിലൊരു കുഞ്ഞിന് ജന്മം നൽകിയത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ കുട്ടി ഒന്നും സംഭവിക്കാതെ അതിനെ തിരികെ കിട്ടി എന്നുള്ളതാണ്. അതായത് ഇന്നലെ വൈകിട്ട് രാത്രി 9 മണിയോടുകൂടി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയാണ്, 19 വയസ്സുള്ള യുവതിയാണ്. ഇത്തരത്തിൽ നടുവേദനയാണ് എന്ന് പറഞ്ഞാണ് അവർ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന നടുവേദനയുടെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ എത്തുന്നത്. പെയിൻ കില്ലർ അവരെ ഡോക്ടറോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഡോക്ടർ ഇവരുടെ ശാരീരിക പരിശോധന നടത്താൻ ശ്രമിച്ച ഘട്ടത്തിലൊന്നും തന്നെ ഇവർ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ വയറിലൊക്കെ ഉള്ള ചില അസ്വാഭാവികത കണ്ട് ഡോക്ടർമാർ ചോദിച്ചെങ്കിലും കൊഴുപ്പ് അടിഞ്ഞു കൂടിയതിനെ തുടർന്നുണ്ടായ ഇതാണ് വയറിന് പ്രശ്നമാണ് വയറിന് എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചു. ഒബ്സർവേഷനിലാണ് ഇവരുണ്ടായിരുന്നത്. ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡോക്ടർമാരും ജീവനക്കാരും ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സഹോദരിക്കൊപ്പമാണ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയത്. പിന്നീട് ഇവര് പെയിൻ കില്ലർ കഴിച്ചുവെങ്കിലും ഇവർ ഇടയ്ക്കിടയ്ക്ക് ശുചിമുറിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ശുചിമുറിയിലേക്ക് പോയി വന്ന ശുചിമുറിയിലേക്ക് പോയ ഘട്ടത്തിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ ഡോക്ടർമാർ കേട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. തിരിച്ചു വന്ന യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇവരെ ഒബ്സർവേഷനിൽ തന്നെ ഈ 19-കാരി ഇരുന്നു. എന്നാൽ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ, ആശുപത്രി ജീവനക്കാർ ശുചിമുറി പരിശോധിച്ചപ്പോൾ അതിനകത്ത് രക്തക്കറയും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞു. ആ പരിശോധനയ്ക്കിടയിലാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ വീണ്ടും അവർ കേൾക്കുന്നത്. അങ്ങനെ ആ ജനലിന്റെ ഭാഗത്ത് ജനാലയ്ക്കുള്ളിൽ കൂടി പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. ആ ജനലിന്റെ ഭാഗത്തു കൂടി ചെന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു പെൺകുഞ്ഞ് അവിടെ നവജാത ശിശു ഉള്ളതായി കാണുന്നത്. പിന്നീട് ഇവർ ഈ കുട്ടിയെയും അമ്മയെയും മറ്റ് തുടർ ചികിത്സകൾ നൽകി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ന്യൂബോൺ ICUവിലാണ് കുഞ്ഞ് ഉള്ളത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നവജാത ശിശുവിന് ഇല്ല. ഈ അമ്മയ്ക്കും പ്രസവ സംബന്ധമായ ചികിത്സ നൽകുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ കൂടുതലായി ഇവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ മറ്റ് നടപടിക്രമങ്ങൾ ഇനി പറയേണ്ടിയിരിക്കുന്നു. പെൺകുട്ടി 19-കാരി ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരും അറിഞ്ഞിരുന്നില്ലേ? ആശുപത്രിയിൽ ഒപ്പം ഉണ്ടായിരുന്ന സഹോദരിക്കും അറിവുണ്ടായിരുന്നില്ലേ? മാത്രമല്ല, ഇതാരാണ് ഗർഭത്തിന് ഉത്തരവാദി എന്നറിയണം. സ്വാഭാവികമായും ആ രീതിയിലുള്ളൊരു നടപടികളൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? ഇത് വീട്ടുകാർ ആ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് വീട്ടുകാരും പറയുന്നത്. കൂടെ വന്ന സഹോദരിയും ഇത് ഗർഭാവസ്ഥയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു എന്നുള്ള വിവരമാണ് നൽകിയിട്ടുള്ളത്, ആശുപത്രി ജീവനക്കാരോട് നൽകിയിട്ടുള്ളത്. ഈ യുവതി മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പഠനം പൂർത്തിയാക്കുകയും ജോലിയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അവരുടെ മറ്റ് ഐഡന്റിറ്റിയോ കാര്യങ്ങളോ പറയാൻ കഴിയില്ല. പക്ഷേ ഈ ആശുപത്രി റൂമിൽ, അതായത് ശുചിമുറിക്കുള്ളിൽ പ്രവേശിക്കുന്ന സമയത്ത് ഇവർ പൊക്കിൾക്കൊടി മുറിച്ച്, അതായത് വലിച്ചു പൊട്ടിച്ചു മാറ്റി എന്നുള്ള രീതിയിലാണ് ഡോക്ടർമാർ പറയുന്നത്. ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അകത്തുള്ള മറ്റ് രക്തവും മറ്റ് ഇതൊക്കെ അവർ മാറ്റാനായി ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇത് മറച്ചു വെക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിവാഹിതയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മറ്റ് വിശദാംശങ്ങൾ, കുട്ടിയുടെ പിതൃത്വം ആരാണെന്ന് സംബന്ധിച്ച് വിശദാംശങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവരത് രഹസ്യമായി വെക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് ഈ ഗർഭാവസ്ഥ പോലും വെളിപ്പെടുത്താൻ തയ്യാറാകാതിരുന്നത്. വീട്ടുകാരോടും ഒരു പക്ഷേ ഇതായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു അവസ്ഥ വയറിന്റെ ഭാഗത്തുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വയറിന് വലിപ്പമുള്ളത് എന്നുള്ള രീതിയിൽ അവർ ആശുപത്രി അധികൃതരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ ഇനി വീട്ടുകാരെയും ഇങ്ങനെ തന്നെയാണോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് അറിയില്ല. എന്തായാലും കൂടെ വന്ന സഹോദരിക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്.
യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ചും അന്വേഷണം നടത്തണം. ഇത് മറ്റേതെങ്കിലും രീതിയിലുള്ള ലൈംഗിക ചൂഷണം ഈ പെൺകുട്ടി നേരിട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ രീതിയിലുള്ള നിയമ നടപടികളുണ്ടാകും. കൊല്ലം അഞ്ചലിൽ പോലീസുകാരൻ്റെ ബുള്ളറ്റ് കത്തിച്ച കേസിൽ വഴിത്തിരിവ്. സംഭവത്തിൽ സൂര്യനാട് സ്വദേശി ആരതി, ഇടുക്കി സ്വദേശിനി ഗായത്രി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസുകാരനായ വിവേകും ആരതിയും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് ബൈക്ക് കത്തിക്കലിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നു പുനലൂരിൽ നിന്നും വിവരങ്ങളുമായി. മനോജ്, ഇതെന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്? എന്താണ് ഈ ബൈക്ക് കത്തിക്കാനുള്ള വിരോധത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്? ഹലോ, യെസ്, പറയാം. ഞായറാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ആർച്ചൽ പാലാവിള വീട്ടിൽ വിവേകിന്റെ വീട്ടുമുറ്റത്തിരുന്ന ബുള്ളറ്റാണ് തീവച്ച് നശിപ്പിക്കുന്നത്. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് വിവേക്. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ചൂരനാട് ഇടപ്പന പാറക്കടവ് നെരിയമ്പള്ളിയിൽ ആരതി, 26 വയസ്സുള്ള ആരതിയും വിവേകും തമ്മിൽ ഉള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങളെ തുടർന്നാണ് ആരതിയുടെ സുഹൃത്തും ഈ കൃത്യത്തിൽ ഇടപെട്ടിട്ടുള്ളതായ ഇടുക്കി കൽത്തൊട്ടി വിളിനാങ്കട്ടം നെല്ലിമൂട്ടിൽ വീട്ടിൽ 26 വയസ്സുള്ള ഗായത്രി മോഹനൊപ്പം ഏരൂരിൽ എത്തുന്നത്. അങ്ങനെയാണ് ഇവർ രാത്രിയിൽ ബൈക്കിന് തീപിടിച്ചത്. പക്ഷേ ഈ ബൈക്ക് കത്തി നശിച്ചുവെങ്കിലും വ്യക്തമായ യാതൊരു സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യാതൊരു തെളിവുകളും ലഭിച്ചില്ല. അപ്പോഴാണ് CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തെ കുറിച്ച് പോലീസ് തിരിക്കുന്നതും CCTV ദൃശ്യങ്ങൾ 2 സ്ത്രീകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിക്കുകയും, എന്നാൽ ആ ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തതിനാൽ അന്വേഷണം വീണ്ടും വഴിമുട്ടിയ സാഹചര്യത്തിൽ പോലീസിന്റെ അടുത്ത അന്വേഷണം ഇവിടെ ഇവർ ഓട്ടോറിക്ഷയിൽ എത്തി എന്നുള്ള സൂചന അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുകയും ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗൂഗിൾ പേ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുകയും ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സഹായത്തോടു കൂടി ഇവരുടെ ചിത്രങ്ങൾ കമ്പ്യൂട്ടർ സഹായത്തോടെ രൂപകൽപ്പന ചെയ്തു. അത് ഇവരാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പോലീസ് അന്വേഷണം വിവരപ്പെടുത്തുന്നതും ഈ പ്രതികളെ പിടികൂടുന്നതും. സംഭവത്തിന് ശേഷം ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ലഘുലേഖ പോലെ ഒരു എഴുത്ത് ഇവിടെ വെച്ചിരുന്നു. ഇത് പോലീസിനെ വഴിതെറ്റിക്കുന്ന നിലയിലാണ് അന്വേഷണം അത്തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. ആ സംഘടനയുമായി ബന്ധപ്പെട്ടവർ എത്തി നടത്തിയ പോലീസിന് നൽകിയ മൊഴി നൽകലിലാണ് അങ്ങനെ ഒരു സംഭവം ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും മറ്റൊരു തരത്തിലേക്ക് വീണ്ടും അന്വേഷണം വ്യാപിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ 2 പ്രതികളും പോലീസിന്റെ പിടിയിലാകുന്നത്. സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി മടങ്ങിപ്പോകുന്ന വഴി ഇതിൽ ഒരാൾ വിഷം കഴിക്കുകയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണമാണ് ASP ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും വിശദമായ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും. എന്നാൽ അവിടെ എത്തിയ പ്രതികളുടെ ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ചിത്രീകരിക്കാൻ കഴിയാത്ത നിലയിൽ വളരെ സുരക്ഷിതയോടെ മുഖമൊക്കെ മൂടിക്കെട്ടി വളരെ സുരക്ഷിതമായ നിലയിലാണ് പോലീസ് എത്തിയത്. ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതും ഒരു പ്രതിഷേധത്തിൽ ഇട നൽകിയിരുന്നു. ടോം, യെസ്, വ്യക്തമാണ്. മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ആസൂത്രിതമായിട്ടാണ് ഈ പോലീസുകാരൻ്റെ വാഹനം കത്തിച്ചതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അതായത് ഈ പോലീസുകാരനും ഈ പെൺകുട്ടിയും ആരതിയും തമ്മിൽ ചില ബന്ധം അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് അത് വലിയ വ്യക്തിപരമായ വിരോധത്തിലേക്ക് മാറുന്നു. അതിൻ്റെ പകയിൽ നടത്തിയ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ആക്രമണമാണ് ഇതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അമ്മയിലെ തർക്കത്തിൽ നടൻ ടിനി ടോമിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ അൻസിബ. ആഭ്യന്തരമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകും. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് വനിതാ സെൽ CIക്കെതിരെയും പരാതി നൽകും. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അൻസിബയുടെ ആരോപണം. അതേസമയം അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി. കുടുംബസംഗമത്തിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് ഭാരവാഹികൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.
അതിനിടെ അൻസിബയ്ക്കെതിരെ നടി പ്രിയങ്കയും രംഗത്തെത്തി. അതിനിടെ അമ്മയിൽ നിലവിലെ ഭരണസമിതി പിരിച്ചുവിടണമെന്ന് മാല പാർവതി ന്യൂസ് 18നോട് പ്രതികരിച്ചു. അതെ, അത് കഴിഞ്ഞ വർഷത്തെ കമ്മിറ്റിയുടെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് ഈ ഭരണസമിതി ചാർജ് എടുത്താൽ 3 മാസത്തിനകം ഞങ്ങളിലേക്ക് എത്തും, എല്ലാ മെമ്പേഴ്സിനും അയച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെയും അതിന്റെ ഓഡിറ്റ് വന്നിട്ടില്ല. അതായത് ബാബുരാജിന്റെ പീരീഡിലുള്ള അമ്മ സംഘടനയുടെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്ത പേപ്പർ ഞങ്ങൾക്ക് അയച്ചു തരുമെന്നായിരുന്നു കരാറ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ജനറൽ ബോഡിയിൽ കണക്ക് അവതരിപ്പിച്ചിരുന്നില്ല. അത് ഒരു കീഴ്വഴക്കമല്ല, സാധാരണഗതിയിൽ കൃത്യമായി കണക്ക് അവതരിപ്പിക്കാറുണ്ട് ജനറൽ സെക്രട്ടറി. ഈ വർഷത്തെ ഇനി 21-ാം തീയതിയാണ് ജനറൽ ബോഡി. അന്ന് ഇവർ കൃത്യമായ കണക്കുകൾ കാണിപ്പിക്കും, അല്ലെ കാണിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇതിനകത്ത് സാമ്പത്തികമായി മെമ്പേഴ്സിന് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പരസ്പരം ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് കടലാസ് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ, ബാലൻസ് ഷീറ്റ് കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റൂ. അഭ്യൂഹങ്ങളിൽ നിന്ന് നമുക്ക് പറയുന്നത് ശരിയല്ല. ഒരുപാട് സന്തോഷിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഇതില് മെജോറിറ്റി ആൾക്കാർ സ്ത്രീകളാണ് ഈ സംഘടനയിൽ. അപ്പൊ അതുകൊണ്ട് മെയിൻ കീ പോസ്റ്റുകളിലെല്ലാം സ്ത്രീകളാണ്. പക്ഷെ ആദ്യ ദിവസം തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും പോരും വഴക്കും ഒക്കെയാണെന്ന് അറിയുമ്പോൾ വല്ലാത്ത ഒരു ഡിസല്യൂഷൻഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഇതിന്റെ ഭരണസമിതി തിരിച്ചുവിടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ അമ്മയുടെ തലപ്പത്തേക്ക്, നേതൃതലത്തിലേക്ക് വനിതകൾ എത്തുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകും എന്നൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച, ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ മാറ്റമായിരുന്നു അമ്മയിൽ സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്നു. നേതൃത്വത്തിനെതിരെ ചലച്ചിത്ര താരങ്ങൾ പോലും രംഗത്ത് വരുന്നു. ഈ അമ്മയിലെ തർക്കം നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? താരസംഘടനയായ അമ്മയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ 2 ചേരിയായി തിരിഞ്ഞ് പരസ്പരം പോരടിക്കുന്ന, ചെളിവാരി എരിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് നടി ഹൻസിബ ടിനി ടോമിനെതിരെ പോലീസിന്, മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുവാനായി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹൻസിബ പരാതിയിൽ പ്രധാനമായും പറയുന്നത്, മാധ്യമങ്ങളടക്കം ഹൻസിബ ഇത് പറഞ്ഞിരുന്നു, ടിനി ടോം താൻ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തന്നെ പലരുടെയും പേര് ചേർത്തുകൊണ്ട് അവിഹിത കഥകൾ മെനയുന്നു എന്നീ കാര്യങ്ങളാണ് ടിനി ടോം തന്നെ കുറിച്ച് മറ്റു പലരോടും പറയുന്നതായി ഹൻസിബ അറിഞ്ഞിരിക്കുന്നു. ഇതിനെ തുടർന്ന് പോലീസ് നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് ഹൻസിബ എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നാണ് ഹൻസിബ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ലക്ഷ്മിപ്രിയ നടത്തിയ പത്രസമ്മേളനത്തിൽ ഹൻസിബയ്ക്കെതിരെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. പിന്നീട് 3 മണിക്കൂർ ചോദ്യം ചെയ്തതിനൊടുവിലാണ് ഹൻസിബയെ മാപ്പ് എഴുതി വാങ്ങി പോലീസ് വിട്ടയച്ചത്. ഈ ഒരു നടപടിക്കെതിരെയും തൃപ്പൂണിത്തറ ഹിൽ പാലസ് വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതി നൽകുവാനാണ് ഹൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിയമ നടപടിയിലേക്ക് ഹൻസിബ കടക്കുമ്പോൾ സംഘടനയിലെ മുതിർന്ന താരങ്ങളടക്കം ഇനി പരസ്യ പ്രസ്താവന, മാധ്യമങ്ങളിലൂടെയുള്ള പ്രസ്താവന അനുവദിക്കുന്നതല്ല, അല്ലെങ്കിൽ അത് വിലക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോനാണ് അത്തരമൊരു നിർദ്ദേശം അംഗങ്ങൾക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും സംഘടനയിലെ മറ്റ് താരങ്ങൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ അത് 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ വിശദമായി പറഞ്ഞാൽ മതി. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അന്ന് മാത്രം ഇക്കാര്യങ്ങൾ പറയുക. അതുവരെ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് അവസാനിപ്പിക്കണം. ഇനി അത്തരം ഈ നടപടി, അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ്, ഉത്തരവ് ലംഘിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകുമെന്നുകൂടി പ്രസിഡന്റ് ശ്വേതാ മേനോൻ അംഗങ്ങളോടായി അറിയിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വീഴ്പ്പലക്കലിലേക്ക്, പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അത് അമ്മയുടെ മുഖം തന്നെ വികൃതമായി. ഇപ്പോൾ ഇത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, പരസ്യ പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ഈ മുതിർന്നവർ ഭരണം ഏറ്റെടുക്കണം, നിലവിലെ ഭരണസമിതി പിരിച്ചുവിടണമെന്നൊരു ആവശ്യമൊക്കെ ഉയർന്നു വരുന്നത്.
ഇത് പൂർണ്ണമായും പിരിച്ചുവിടുന്ന ഈ ഭാരവാഹികൾ പൂർണ്ണമായും പിരിച്ചുവിടുന്ന ഒരു നടപടി ഉണ്ടാകുമോ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി? അതോ ചില ആളുകളെ ഈ ആരോപണ വിധേയരായിട്ടുള്ളവരെ അവർക്കെതിരെ മാത്രമായിരിക്കുമോ നടപടി ഉണ്ടാവുക? ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. പ്രത്യേകിച്ച് വനിതകളാണ് തലപ്പത്ത്. പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനുമാണ് ചുമതലയേറ്റത്. ആ ഒരു സാഹചര്യത്തിൽ സംഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ശരിക്കും ഈ അമ്മ എന്ന സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. ആശ്രിതരായിട്ടുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിക്കും. അതിനാണ് കൂടുതൽ ഊന്നൽ നൽകുക എന്നായിരുന്നു സംഘടനയിലെ മറ്റംഗങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന് വിപരീതമായി ആ ഒരു ഉദ്യമം മുങ്ങിപ്പോവുകയും പകരം ഇവർ പരസ്പരം പഴിചാരുകയും ഈ പറയുന്ന പോലെ ചെളിവാരി എറിയുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അത് സംഘടനയെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ പൊതു ഇടത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്നാണ് മുതിർന്ന താരങ്ങളടക്കം പറയുന്നത്. ഇന്ന് മല്ലിക സുകുമാരനടക്കം ഇതിലൊരു പ്രസ്താവന നടത്തിയത് മോഹൻലാലും മമ്മൂട്ടിയെ പോലുള്ള മുതിർന്ന താരങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം, ആവശ്യമെങ്കിൽ ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് പുതിയൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണം എന്നൊരു ആവശ്യമാണ് മല്ലിക സുകുമാരനും അതോടൊപ്പം തന്നെ മാലാ പാർവതി അടക്കമുള്ളവർക്ക് ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമോ? പകരം ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന, അതായത് കുക്കു പരമേശ്വരനെതിരെ 2 പരാതികളാണ് പോലീസിന് മുന്നിൽ നിൽക്കുന്നത്. ഹൻസിബ എന്തായാലും രാജിവെച്ച് പുറത്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പൊ ടിനി ടോമിനെതിരായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്, ഉണ്ണി ശിവപാലിനെതിരായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആരോപണ വിധേയരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് പുതിയൊരാളെ കൊണ്ടുവന്നാൽ പോരെ, അങ്ങനെ ഒരു ഘട്ടത്തിലേക്കായിരിക്കുമോ സംഘടന കടക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. അതിൽ മുതിർന്ന താരങ്ങളടക്കം ഈ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുമെന്നാണ് ശ്വേതാ മേനോൻ അടക്കം പ്രതീക്ഷിക്കുന്നതും. ആ ഒരു യോഗത്തിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനെതിരെ വലിയ എതിർപ്പ് തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം നടീനടന്മാർ ഉന്നയിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അലീന, മഞ്ജിമ എന്നിവരെയാണ് നാളെ വൈകിട്ട് 5 മണി വരെയും കസ്റ്റഡിയിൽ വിട്ടത്. എറണാകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. പ്രതികളുടെ സാന്നിധ്യത്തിൽ ഫോൺ രേഖകളും പണമിടപാടുകളും പരിശോധിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, എന്തായാലും ഈ കൊച്ചി സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ ഇവരിൽ നിന്നും ചോദിച്ചറിയുകയാണ് ലക്ഷ്യം? പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുണ്ട്, മറ്റ് ഫോൺ ഇടപാട്, ഇവരുടെ മറ്റ് ബന്ധങ്ങൾ. പോലീസ് നടപടി എന്തായിരിക്കും? ടോം, ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞയിടെ ഇവർ തമ്മിൽ നടത്തിയ പണമിടപാട് സംബന്ധിയായ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വന്നിട്ടുണ്ട്. അത് ഈ സംഘം കഴിഞ്ഞ കുറച്ച് നാളുകളായി പരസ്പരം പണം കൈമാറുന്നതും എല്ലാമായിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് എന്നെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് ഈ മോഡലുകളെ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സമയത്താണോ ഈ പണം നൽകിയിരിക്കുന്നത്, അതോ മറ്റ് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പണം കൈമാറിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇന്നിപ്പോൾ പ്രതികളായ അലീന, മഞ്ജു എന്നിവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഈ സമയമാണ് കസ്റ്റഡി നൽകിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു പ്രതികളായ സിന്ധു എന്ന സ്റ്റോയ്സി, ഒപ്പം തന്നെ ബിലാൽ, ഈ 2 പേരെ കൂടി ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ഇവരെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ, ഈ 4 പേരുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ മാത്രമേ ഇത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് കടക്കാനായിട്ട് പോലീസിന് സാധിക്കുകയുള്ളൂ. നിലവിൽ വിദേശത്തുള്ള 2 പ്രതികളെ നാട്ടിലെത്തിക്കുവാനുള്ള, ഷംനയും റഹ്മത്തിനെയും നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം പുതിയ പരാതികൾ, വലിയ രീതിയിലുള്ള പരാതികൾ ഉണ്ടാകും, കൂടുതൽ പരാതികൾ വരും എന്നതെല്ലാം തന്നെ പോലീസ് തുടക്കത്തിൽ പറഞ്ഞുവെങ്കിലും ഈ ദിവസങ്ങളായിട്ടും 2 പരാതികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ളത്. അത് എന്തുകൊണ്ടാണ്? കൂടുതൽ പരാതികൾ ആരും നൽകാത്തതാണോ, ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടോ എന്നെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇവരെ ഗുണ്ടാബന്ധങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ അതുകൂടി പോലീസിന്റെ പരിശോധനയിലുണ്ട്. വൈകാതെ ഈ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോം.
യെസ്, ഡാനി, ഇതോടൊപ്പം 2 പേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. യുവതികളെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? അതോടൊപ്പം കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? ടോം, പ്രതികളെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, പോലീസ് നടപടികൾ പുരോഗമിക്കുകയാണ്. കാരണം ഇവരെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം. ഒപ്പം അവരുമായിട്ട് പ്രതികൾ നടത്തിയിരുന്ന ഇടപാടുകൾ ഇതുകൂടി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, ഈ റിക്രൂട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു, വിദേശത്ത് ഇവർ നടത്തിയ ഇടപാടുകൾ എന്തെല്ലാമാണ് എന്നത് ഇപ്പോഴും സംശയത്തിൽ നിൽക്കുന്നത്, പോലീസിന് വരുമ്പോൾ സംശയത്തിൽ നിൽക്കുന്നത് ഈ കൂടുതൽ ഇരകൾ ഉണ്ട് എന്ന് ഇവർ പറയുമ്പോൾ പോലും മറ്റു ഇരകളിലേക്ക് നീങ്ങാത്തത് അല്ലെങ്കിൽ പരാതികളിലായിട്ട് മുന്നോട്ട് വരാത്തത് പോലീസിന് സംശയം ജനിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ വന്ന പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ജെന്യൂനിറ്റി ഉള്ളതാണ് എന്ന് പോലീസ് തീർത്ത് പറയുന്നുമുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇവരിവിടെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതായിരുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പം ഈ പരാതിക്കാർ അവർ വിദേശത്ത് എത്ര കാലം ഉണ്ടായിരുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ടോം, യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ മോഡലിംഗിൻ്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളെ നാളെ വൈകിട്ട് 5 മണി വരെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇവരുടെ ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ഫോൺ രേഖകളടക്കം വിശദമായി പരിശോധിക്കുന്ന നടപടിയിലേക്ക് പോലീസ് നീങ്ങും. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.